ഹായ് ഫ്രണ്ട്സ്, അപ്പം നേരെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നമ്മുടെ അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ക്രിസ്പിനെസ് തോന്നണം. ആ സമയമാകുമ്പോൾ നമുക്ക് അവൽ സ്റ്റൗവിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവലിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അതേ പാനിൽ തന്നെ ഞാനിപ്പോൾ അതേ അളവിൽ തന്നെ ഒരു കപ്പ് അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പാനിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിക്കുകയാണ്, സാധാരണ വെള്ളം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ, അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെങ്കിൽ ഇതിനൊരു കരിച്ചൊയ എന്താ പറയുക, നമ്മളെ ടേസ്റ്റ് ഒരു മാറ്റമായിരിക്കും. അപ്പോൾ അതവിടെ നിന്ന് കാരമലൈസ് ആവുന്നത് വരെ നമുക്ക് വേറൊരു പണി ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ റെസിപ്പി ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സിലിക്കോണിൻ്റെ ഒരു മാറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് സാധാരണ സ്റ്റീൽ പാത്രമാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ നന്നായിട്ട് നെയ്യ് തടവി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ നെയ്യുടെ ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ നമ്മൾ ആ കാരമലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അവലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ പഞ്ചസാര സിറപ്പ് എത്തിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറ്റിലേക്ക് ഇത് നേരെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈക്കൊന്നും തട്ടാതെ. എന്താ പറയുക, നന്നായിട്ട് പഞ്ചസാര സിറപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊള്ളും. അപ്പോൾ കയ്യിലാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ അവൽ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ എല്ലാ വശത്തേക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആവില്ലെങ്കിലും നമുക്ക് കഴിയുന്നത്ര ഇതുപോലെ ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇല്ലെങ്കിൽ സ്പൂണിലൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ട് അതുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1/2 മണിക്കൂർ മാത്രം മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് തണുക്കും. അപ്പോൾ ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 1/2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല ക്രിസ്റ്റലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഞാനത് പറയാൻ വിട്ടു, ഞാൻ ജസ്റ്റ് ഇത് എന്താ നന്നായിട്ട് ഹാർഡാവുന്ന മുന്നേ ഒരു വര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈന് വരച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വേഗം പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക ചെയ്തോ, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ എങ്ങനെ പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റാണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കടല, നട്ട്സ് ഏത് നട്ട്സ് ഇട്ടിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.